നമസ്കാരം. കേരളം കൊടിയ പ്രളയങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയനായിരുന്നു. അക്കാലത്ത് പിണറായി വിജയനെ ക്യാപ്റ്റനാക്കിയ വാഴ്ത്തുപാട്ടുകൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. അക്കാലത്ത് സമർത്ഥമായി എല്ലാം മാനേജ് ചെയ്ത് രംഗത്ത് വന്നിരുന്നത് PR ഏജൻസികളായിരുന്നു. കാലം മാറി. ഭരണത്തിൽ നിന്നും പിണറായി വിജയൻ പുറത്തായി. ഇപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. കേരളം വീണ്ടും പ്രളയമുഖത്ത് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി VD സതീശനെ വിമർശിച്ച് സഖാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിമർശനത്തിന്റെ ലക്ഷ്യം പിണറായിയെ വെളുപ്പിക്കലാണെന്ന വിമർശനം ശക്തമാണ്. ഈ സാഹചര്യത്തിൽ പിണറായിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുൻ IAS ഉദ്യോഗസ്ഥൻ K സുരേഷ് കുമാറിന്റെ മകൻ അനന്തു സുരേഷ് ഫേസ്ബുക്കിൽ കടുത്ത ഭാഷയിൽ പിണറായിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. CPMന്റെ PR നാടകങ്ങൾ തുടരുന്നു എന്ന വിമർശനമാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാൽ അപ്പോൾ തന്നെ വൈറ്റ് വാഷിംഗുമായി ചിലർ ഇറങ്ങുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് അനന്തു ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയത്. കടുത്ത ഭാഷയിലാണ് ഈ കുറിപ്പ്. അനന്തുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലെ ചില വാചകങ്ങൾ ഇങ്ങനെയാണ്: ലോകത്തുള്ള ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാർക്കുള്ള ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ടത് ഈ CPM എന്ന പാർട്ടിക്ക് വേണ്ടി ഈ നാണം കെട്ട PR നാടകങ്ങളും വൈറ്റ് വാഷിംഗ് മഹോത്സവങ്ങളും നടപ്പിലാക്കുന്ന ഭൂലോക മരവാഴകൾക്കും കിട്ടുന്ന ക്യാപ്സ്യൂളിന്റെ നിറം എന്താണ് എന്ന് പോലും നോക്കാതെ അത് വാങ്ങി വിഴുങ്ങി ഈ ഫേസ്ബുക്ക് അടക്കമുള്ള എല്ലാ സൈബർ ഇടങ്ങളിലും വന്ന് ഛർദ്ദിച്ചു വെക്കുന്ന അറുബോറൻ പുണ്ണാക്കന്മാർക്കുമാണ്. PR അലവലാതിത്തരം ആദ്യമായി വികസിപ്പിച്ച് ലോകത്തിന് സംഭാവന ചെയ്തു എന്നതാണ് 10 കൊല്ലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാൽ അപ്പോ ഇറങ്ങും പുഴുത്ത വാർണിഷിങ്ങും കൊണ്ട് വൈറ്റ് വാഷിംഗ് തുടങ്ങാൻ. ആരും പേടിക്കേണ്ട, ഇവിടെ ഒരു ദൈവം തമ്പുരാനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശ്രീ രാജരാജ പിണറായി തമ്പുരാൻ എന്നാണ്. അദ്ദേഹം നമ്മളെ കാത്തോളും എന്ന്. പിന്നീട് അങ്ങോട്ട് സ്ലോ മോഷനായി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി, പോസ്റ്റേഴ്സായി, ഫ്ലെക്സായി, റീൽസായി. ഈ കാണിക്കുന്ന വൃത്തികേടിനെ ആരെങ്കിലും ആ സമയത്ത് ചോദ്യം ചെയ്താൽ അയ്യോ ദുരിത സമയത്ത് രാഷ്ട്രീയം പറയുന്നേ എന്ന് പറഞ്ഞ് ഇതേ PR തന്നെ മോങ്ങുന്ന അവസ്ഥയാണ്. കൊടും ക്രൂരതയും ശുദ്ധ തെണ്ടിത്തരവുമാണ് കഴിഞ്ഞ LDF സർക്കാരും CPM എന്ന പാർട്ടിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ തൊട്ട് മുൻപ് വയനാട്ടിലെ ആ പാവം ദുരിതബാധിതരെ വെച്ച് നടത്തിയത്. അന്ന് കണ്ടതും ഇത് തന്നെയാണ്. പിണറായി ദൈവം തമ്പുരാൻ വന്ന് ആ പാവങ്ങളുടെ കണ്ണീറൊപ്പുന്നു. വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് സ്ലോ മോഷൻ. ലോകത്തുള്ള മുഴുവൻ മലയാളികളും കുടുക്ക പൊട്ടിച്ച് അയച്ച കാശുകൊണ്ടാണ് വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വീട് വെച്ചത് എന്നത് മറന്ന് പിണറായി തമ്പുരാൻ അയാളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന കാശുകൊണ്ട് വീട് വെച്ചു കൊടുത്തു എന്ന തരത്തിൽ അതിനെ അവതരിപ്പിച്ചു എന്നത് പോട്ടെ എന്ന് വയ്ക്കാം. അന്ന് CPMന്റെയും LDFന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി കൊണ്ടിരുത്തിയ ആ പാവങ്ങളിൽ എത്ര പേർക്കും ഇന്ന് ആ വീടുകളിൽ കയറി താമസിക്കാൻ ആയിട്ടുണ്ട് എന്ന് ഈ നെറികെട്ട PR നാടകങ്ങളും തോന്നിവാസങ്ങളും പടച്ചുവിടുന്ന ഏതൊരു ആളും ഇന്ന് ചിന്തിക്കുന്നുണ്ടോ? നീയൊക്കെ സ്ലോ മോഷൻ ഇട്ട് വിറ്റ് കാശാക്കിയതല്ലേ വയനാട്ടിലെ ആ പാവം മനുഷ്യരുടെ കണ്ണീര്. ആ മനുഷ്യർ ഇന്നും അങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അന്വേഷിക്കാനുള്ള 10 പൈസയുടെയെങ്കിലും ഉത്തരവാദിത്തം നിനക്കൊന്നും ഇല്ലേ ഇടിവെട്ട് വാഴകളെ? എന്നിട്ടിപ്പോൾ അടുത്ത ഒരു ദുരിതം മുന്നിൽ കാണുമ്പോൾ വീണ്ടും ഇറങ്ങുന്നു ശവം തീനി കോക്കാശികൾ അവരുടെ പൊന്നു തമ്പുരാനെ ഒന്നുകൂടി വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ.